ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ചെറിയ പെരുന്നാളാണ് ഇന്ന്. അപ്പം രാവിലെ തന്നെ ഞാൻ എണീറ്റ് കുളിച്ച് റെഡിയായിട്ട് സാധാ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് ഇന്ന് കിച്ചണിൽ ഒരുപാട് ജോലിയുണ്ട്. ആക്ച്വലി ബീഫ് എല്ലാം കാണും. അപ്പോൾ ഇന്ന് ഞാൻ ഓൾമോസ്റ്റ് എണീറ്റപ്പോൾ ഒരു 8 o'clock ഒക്കെ ആയി. ഇപ്പോൾ തന്നെ ഓൾറെഡി വീട്ടിൽ ഉമ്മച്ചി മിക്ക ഫുഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു വ്ളോഗ് എടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇന്നത്തെ മൊത്തത്തിലുള്ള എങ്ങനെയായിരിക്കും എന്നുള്ള മൊത്തത്തിലുള്ള ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കിച്ചണിലേക്ക് പോയി നോക്കാം. ഇതാണ് കിച്ചണിലേക്ക് പോയി നോക്കാം. ഇത് നമ്മുടെ സവാള പൊരിച്ചതാണ്. ഇത് ജസ്റ്റ് ബിരിയാണി ഒന്ന് ഇതെന്തിനെ വെച്ചേക്കുന്നത്? ചിക്കൻ ഇല്ലാത്ത ബിരിയാണിയാണ്. ഇത് വന്നിട്ട് നമ്മുടെ നെയ്യാണ് കേട്ടോ. മട്ടൻ ഗ്രേവിയാണ് നല്ലതാണ്. ഇത് നമ്മുടെ ബിരിയാണിയിൽ ഇടാനുള്ള കിസ്മിസ്, കരിയേപ്പില, നട്ട്സ്. ഇതാണ് എൻ്റെ ഉമ്മച്ചി. അപ്പം നമുക്ക് ചിക്കൻ പൊരിക്കാൻ എടുത്തത്. ചിക്കനും കൂടെ ഇനി പൊരിക്കാവുള്ളൂ അല്ലേ ഉമ്മച്ചി? ഞാൻ ഊതിയിട്ട് കത്താത്തത് കൊണ്ട് ഉമ്മച്ചി വന്ന് ഊതയാണ്. നമുക്ക് നോക്കാം ഇത് കത്തോ ഇല്ലേന്ന്. കട്ടേരിയുടെ ഗൈസ് കത്തിയിരിക്കുന്നു ഗൈസ്. അപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. അമ്മച്ചി ഇതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞാൽ ഇതിന്റെ മാഗ്നറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു. വെളുത്തുള്ളി പൊളിച്ചതിനെ കുറച്ചെടുത്ത് ഇടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം മുളക് പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി കുറച്ച്, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇറച്ചിയിലോട്ട് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് ഏകദേശം 1-2 മണിക്കൂർ വെച്ചേക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കിനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ചിക്കനും റെഡിയായി. അപ്പം നമ്മൾ ചിക്കൻ കറി വെച്ചിട്ട് അതിനെ വഴറ്റാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ചട്ടിയിലിട്ടേക്കാണ്. പുറത്ത് അടുപ്പിൽ വെച്ച ചിക്കനാണത്. ഇത് ഡ്രൈ കുറച്ചും കൂടെ ആവായിരുന്നു. ഇത് ഉമ്മച്ചി ബിരിയാണിയിലോട്ട് ഇടുകയാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മയുടെ വീട്ടിൽ പോവുകയാണ്, ആലങ്കോട്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പം നമ്മൾ എൻ്റെ ഉമ്മച്ചിയമ്മയുടെ വീടെത്തിയിട്ടുണ്ട്. ഇവിടെയാണ്. വരുന്ന വഴിക്ക് എൻ്റെ മച്ചാടെ മക്കളെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഉമ്മച്ചിയമ്മ. ഹായ് വരാമ്മ. ഹായ്, ദിസ് അയറ. പറയൂ, പേരെന്താ? യാ കറക്റ്റ്. ഇനി ഒരാളും കൂടെ ഉണ്ട്. കുഴപ്പമില്ല, പാടിക്കോ. ഞാൻ കൂടെ പാടില്ല. സഭ പാട്ട് പാടുന്നതായിരിക്കും. പാടിക്കോ. പാടുന്നില്ല. ഞാൻ പാടില്ല. ഞാൻ പാടില്ല. ഞാൻ പാടില്ല. അത് അടുത്തോട്ട് വെച്ചിട്ട് പറ. പിന്നെ എന്തിനാണ് മൈക്ക്? കണ്ടസ്റ്റന്റ് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഓക്കെ, ഇനി നമുക്ക് ഹിബ അടുത്ത് ചോദിച്ചു നോക്കാം. ഹിബ, എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ പരിപാടീസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ചിക്കൻ പൊരിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു ഹിബ? ചിക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു?
അവൾക്ക് അറിയത്തില്ല. അവള് സ്കൂളിൽ പോകുന്നില്ല, അതുകൊണ്ട് അവൾക്ക് അറിയത്തില്ല. സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ല, അവൾക്ക് അറിയത്തില്ല എന്നാണ് പറയുന്നത്. ശബ, നമ്മുടെ ഇന്നത്തെ ചിക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചിക്കൻ കഴിച്ചിട്ട് കൊള്ളായിരുന്നു. ഇനി നമുക്ക് അടുത്ത ആളെടുത്ത് ചോദിക്കാം. ചിക്കൻ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ചിക്കൻ പൊരിച്ച ചിക്കൻ. ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, ബൈ.